ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് ചേരിയുടെ ഈ തടത്തിന് ഇതിങ്ങനെ ആകുമ്പോൾ വളവും എല്ലാം ഒലിച്ചു പോകും. ആ ചേരി അന്നേരം പുറത്തേക്ക് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു സൂത്രം കാണിക്കാൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കുന്നത്. കണ്ട ഇതേപോലെ ഇതിനെല്ലാം ഉറുമ്പ് വരുന്നുണ്ട്. കണ്ട ഇപ്പോൾ ഇത് ഞാൻ പുല്ലെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചേരി വെക്കാൻ. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് മണ്ണ് സൈഡിലേക്ക് കൂടി ഇട്ട് കൊടുക്കാം. അന്നേരം നല്ല ഏലിന് നിൽക്കും. കണ്ട ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ വെച്ച് കൊടുത്താൽ ഇത് ചേരി കുറച്ച് കഴിയുമ്പോഴേക്ക് അത് അമിഞ്ഞ് പോവുകയും ചെയ്യും. അധികം കാട് കയറില്ല ഇങ്ങോട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇരുപ്പിപ്പണി എടുക്കുന്നത്. കണ്ട ഇതേപോലെ വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. കണ്ട ഇതുപോലെ ഞാൻ ചുറ്റും വെച്ച് കൊടുക്കും. ഇത് വെച്ച് കൊടുത്താലെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് കാട് കയറില്ല. അല്ലെങ്കിൽ വല്ലാതെ കാട് കയറിയിട്ട് നിറയുന്നു. അതിന് വേണ്ടിയാണ് കാണുന്നില്ലേ കാട് കയറി നിറയുന്നതല്ലേ. ഇതിവിടെ വെച്ച് കൊടുത്താൽ കാട് കയറില്ല. അത് മാത്രമല്ല വെള്ളത്തിൻ്റെ പറ്റി നിൽക്കുകയും ചെയ്യും. ഇപ്പം മഴക്കാലമല്ല വേനൽക്കാലാകുമ്പോൾ നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരോ സൂത്രങ്ങൾ ഞാനിങ്ങനെ നിങ്ങളെ കാണിച്ചു തന്നോണ്ടിരിക്കും. അപ്പോൾ എന്നുവെച്ചാൽ കാട് ഇങ്ങനെ കാടെല്ലാം സൈഡിലുള്ള കാടെല്ലാം പറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാട് അങ്ങനെ വരൂല. ആദ്യം കാട് പറിച്ചിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാട് വരൂല. കണ്ട ഈ കാടെല്ലാം പറിച്ച് വൃത്തിയാക്കണം. കണ്ടല്ലോ ഇതേപോലെ കാടെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ അട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവുകയും ചെയ്തു. നല്ല ശരിക്കും ഒരു ആവരണം പോലെ തന്നെ ആയത്. കണ്ട ഇതേപോലെ നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഈ കാട് പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരില്ല. നമ്മൾ ഈ കാട് വായിക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നതുകൊണ്ടാണ് അധികം കാടിങ്ങനെ പൊതുന്നത്. അത് മണ്ണ് പോരാഞ്ഞിട്ട്. ഇതിപ്പോൾ ഇതേപോലെ ഞാൻ ചുറ്റും വെച്ച് കൊടുക്കട്ടെ. ചേരി ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നല്ലതുമാണ്. ഈ ചേരി ഇത് ആകുമ്പം ചേരി വരും, വളായിട്ടും വരും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊരു നല്ലൊരു രക്ഷയായിട്ട് വരും. കണ്ടില്ലേ ഇതേപോലെ ചായച്ച് നമ്മൾ ഇനിങ്ങനെ പറ്റിച്ച് കൊടുക്കുക. കണ്ട ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളം അടിക്കാനായാലും വളം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ കണ്ടല്ല വളമെല്ലാം തേച്ച് ഒലിച്ചു പോവും. എന്നിട്ട് വേണം ഇനി ലേശം സേറി ഒഴിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. എന്നാൽ ഇടിങ്ങനെ നടുക്ക് മാത്രം ഈ സൈഡുള്ള ഇതിങ്ങനെ പറ്റി നിൽക്കും. ഈ മണ്ണ് ഇട്ട മണ്ണ് ഒലിച്ചു പോവില്ല. അല്ലെ മണ്ണ് തേച്ച് ഒലിച്ചു പോയിട്ട് ഇത് മണ്ണുണ്ടാവില്ല. മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ. ഇത് കണ്ടല്ലോ ഇതേപോലെ ഞാൻ ഇങ്ങനെ ആക്കി വെക്കുക. ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല ഒരു പരിപാടിയായത്. നിങ്ങൾ ചെയ്ത് നോക്ക്. നമുക്ക് എല്ലാം ഉഷാറായിട്ട് പോകാൻ പറ്റും. കണ്ടില്ലേ ഇതേപോലെ. കണ്ട ആ ചേരി ഉണ്ടായാൽ കാട് പൊന്തൂല. കണ്ട ഇപ്പം കണ്ടില്ലേ ഇപ്പുറത്തെ ഭാഗം ചേരി ഉള്ളത് കൊണ്ട് കാട് പൊന്തിയിട്ടില്ല. കണ്ട ഇതേപോലെ ഇങ്ങനെ നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാമല്ലോ. നിരത്തി വെച്ചിട്ട് ഇതിന് പൊതിഞ്ഞ് ഒരു വലയം തീർക്കലാണ് എൻ്റെ പരിപാടി. കണ്ട ഒരു വലയം തീർത്ത് വെക്കലാണ് പരിപാടി. കണ്ടല്ലോ ഇതേപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ചു. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതാണ് കാണാനും. ചേരിക്ക് നല്ലൊരു തണുപ്പും ഉണ്ടാവും. വേനൽക്കാലായാലും നമുക്ക് വേനൽക്കാലാകുമ്പോൾ ഉണ്ടല്ലോ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തണുപ്പ് ചൂട് കയറൂല. ആ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിന് 2 ദിവസം അടിച്ചിട്ട് വെച്ചാലും ഉണക്കം വരില്ല. കണ്ട ഇതേപോലെ നമ്മളിപ്പോൾ പാവി കുത്തി കൊടുക്കുക. ചേരി ഉള്ളവർക്ക് ഇത് നല്ല ഒരു പരിപാടിയാണ്. കണ്ട അതേപോലെ കണ്ടല്ലോ ഇതുപോലെ. കണ്ട ഇതേപോലെ നമ്മളിത് ചെയ്ത് കൊടുത്താൽ കാണാനും നല്ലൊരു ഇതാണ്. കാട് കയറുകയില്ല. കാടിനെ നമുക്ക് കുറേ രക്ഷിക്കാൻ പറ്റും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ട ഇങ്ങനെ പുറത്തിട്ടിട്ട് നമ്മൾ ആടിയിട്ടിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെയുള്ള ഓരോരോ സൂത്രക്കണികളെല്ലാം നമ്മൾ ചെയ്താൽ നമുക്കതൊരു ഗുണത്തിനായിട്ട് വരും. കണ്ട ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ട് അതിന് ഗുണമുണ്ടോയെന്ന് നിങ്ങൾ നോക്ക് കേട്ടോ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ പുറത്തേക്ക് ആ വളം ഒലിച്ചു പോവില്ല. ചേരി അടക്കം കുടിച്ചിട്ട് അവിടെ നിൽക്കും. ഉണ്ടല്ലേ ഇതേപോലെ. ഇനി ഞാൻ ചുറ്റും വെച്ചു. കാണാനും നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ വെച്ച് കാണുമ്പോൾ കാട് വരില്ല. കാടും വരില്ല. അല്ല
ഇതേപോലെ കാടും കയറൂല വേണ്ട. ഇതുപോലെ വലിയത് വെക്കാൻ അടിയിലാണ്. ചെറുതാകുമ്പോൾ വലുത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തോടെ കിട്ടും. എന്താ ഇതേപോലെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനും കൂടി വെക്കണം. അതിനും കൂടിയാണ് വെച്ച് തരാം. എന്നിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ വളം ഒഴിച്ച് കൊടുക്കുന്ന കാണിച്ചു തരാം. കണ്ട ഇത് അതിനും കൂടി വെക്കട്ടെ. ഈ രണ്ടെണ്ണത്തിനാണ് നമുക്ക് വെക്കാനുള്ളത്. ഇത് കണ്ട നല്ലൊരു പരിപാടിയായത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നുമല്ല, എല്ലാം ഓരോരോ കാര്യവും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിന് കാട് കയറില്ല. ഇനിയിപ്പോൾ നമുക്ക് പുല്ല് പറിക്കേണ്ടി വരില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഞാനത് പിന്നെ മറ്റേനും കൂടി വെക്കട്ടെ. എന്നിട്ട് അതല്ലോ ഞാനിപ്പോൾ ഇതിന് കുറച്ച് സ്ലെറിയും കൂടി ഒഴിച്ച് കൊടുക്കാനാണ് പോകുന്നത്. കണ്ട ഇത് സ്ലെറിയാണ്. ഇതിന് ഒഴിക്കാനുള്ള സ്ലെറിയാണ്. എന്താ ഇത് ഞാൻ ഒഴിച്ച് കൊടുക്കാം. ചാണക സ്ലെറിയാന്ന് അതിന് കൊടുത്താലേ ഇത് ഉഷാറാവലും. ഇതിന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടൊന്ന് കൊടുത്ത് നോക്കട്ടെ. വേണ്ട ഇതേപോലെ ഞാനൊന്ന് കൊടുക്കട്ടെ. ഇനി വേണ്ട ഈ സ്ലെറി ഇതിന് ഒഴിച്ച് കൊടുത്താൽ ഇനി വേഗം പാഞ്ഞോളൂ. കായ് ഉണ്ടായിക്കോളും, വേഗം പൂവും കായ് ഉണ്ടായിക്കോളും. അതിനാണ് കണ്ടില്ലേ. ഇതും കൂടി ഇനി ഇട്ട് കൊടുത്താൽ ഇത് ഒഴിക്കണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കുന്നത്, ഒഴിച്ചിട്ടില്ല. സമയമില്ലാഞ്ഞിട്ട്, സമയമല്ല മഴയായിട്ട്. വേണ്ട ഇതേപോലെ നമ്മൾ ഇതിനും കൊടുത്ത് ഇനിയിപ്പോൾ കായ് വേഗം പൂവും കായും വേഗം ഉണ്ടായിക്കോളും. മഴ നിന്നിട്ടുണ്ടെങ്കിൽ, മഴ നിന്നിട്ടില്ലെങ്കിൽ കാര്യം പോക്കാണ്. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോയുടെ സപ്പോർട്ട് തരുന്ന എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. ഇല്ലെങ്കിൽ എനിക്കിത് ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ.